ഹലോ, ഇത് ഞങ്ങളുടെ വീടിനടുത്ത അമ്പലത്തിലത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:30 ആകുമ്പോഴേക്കും വെയിലാകുമ്പോഴേക്കും എല്ലാവർക്കും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നേരത്തെ വരാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും 6:30 ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയും ചെങ്കലും തരും, പിന്നെ വിളക്കും തകിഴിൽ തിരിയും എണ്ണ ഒഴിച്ചിട്ട് തരും, അവർ തന്നെ കത്തിച്ച് തരും. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ അടുപ്പിൽ നിന്ന് തീ പകർന്നിട്ട് ഉള്ളിൽ വെക്കുന്ന പൊങ്കാല അടുപ്പുണ്ടല്ലോ, അതിൽ നിന്ന് തീ പകർന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് നമ്പൂതിരി ഇത് എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. അങ്ങനെ തീ കത്തിച്ചു, എല്ലാവരും കത്തിക്കാൻ തുടങ്ങി. എല്ലാവരും നടുക്ക് നിൽക്കുന്നവരൊക്കെ പുകഞ്ഞിട്ട് നിൽക്കാൻ പറ്റാതെ. പിന്നെ ഞങ്ങൾ അറ്റത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പുകയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത്ര തിരക്കും ഉണ്ടായിരുന്നില്ല, വെയിലും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പൊങ്കാല സമർപ്പിച്ചു. അരിയിട്ടു, കുറച്ച് നേരം കൂടി തിളപ്പിച്ചു. പിന്നെ തെങ്ങിൻ്റെ പട്ടയും ഇതൊക്കെയാണ് പൊങ്കാല വയ്ക്കാൻ എടുത്തിട്ട് പോയത്. പ്ലാവിൻ്റെ വിറകൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പോച്ചാടയൊക്കെയാണ് എടുത്തിട്ട് പോയത്. തിളച്ച് വിട്ടാ, തിളച്ച് തൂവി പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ തിളച്ച് തൂവിപ്പോയി. അപ്പോൾ വെല്ലമൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച്. പിന്നെ തേങ്ങയിട്ട് ഓരോരുത്തർ ഓരോ തരത്തിലാണ്. ചിലവർ നെയ്യിടും, ചിലവർ പഴം നുറുക്കും, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടും. അവനവൻ്റെ ആവശ്യം പോലെ ഇടും. പിന്നെ ഏകദേശം എല്ലാവരും ആയിക്കഴിഞ്ഞു. എല്ലാവരും പൊങ്കാലയൊക്കെ വെന്ത് പാകമായി. അപ്പോൾ എല്ലാവരും മൂടി വെച്ചു. എന്നിട്ട് എല്ലാവരും തൊഴുതാൻ പോയി. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൂജാരി വരും. അവിടുത്തെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞിട്ട് പുണ്യാഹവും പൂവൊക്കെ ഇട്ടിട്ട് ഓരോ പൊങ്കാലയിൽ ഇട്ടിട്ട് പോവും. അപ്പോൾ അത് ഓരോരുത്തരുടെ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും 8:15 ആകുമ്പോഴേക്കൊക്കെ എല്ലാവരും കഴിഞ്ഞു പൊങ്കാല വയ്ക്കൽ. പിന്നെ അതാ നമ്പൂതിരി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും തുറന്ന് വയ്ക്കും, എന്നിട്ട് പുണ്യാഹം തെളിക്കും, പൂവിട്ടിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോവും. നമ്മുടെ അടുത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും 3 വരി ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ചിലവർ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ ആദ്യമായിട്ട് വയ്ക്കുന്നവർ വന്നിട്ടുണ്ട്. നമ്പൂതിരി എത്തി. അപ്പോൾ ഞങ്ങളുടെ ഒക്കെ തുറന്ന് കൊടുത്തു. അതിൽ പുണ്യാഹം തെളിച്ച് പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മൂടി വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എല്ലാവരെയും വിളിച്ചു പൊങ്കാലയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാവരും നിന്ന് അടയ്ക്കൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അടയ്ക്കൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ അവിടെ കുരുതി പൂജയൊക്കെ ഉണ്ട്, അത് കാണാൻ നിന്നില്ല കേട്ടോ.